അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ജനുവരി 20 ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തെന്ന് വല്ല ഉറപ്പോട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് താനാണെന്നും തന്നെ അട്ടിമറിച്ചതാണെന്നും ട്രംപ് പറയുന്നു. പക്ഷേ ഇപ്പോൾ ട്രംപിനെ പ്രസിഡൻ്റാക്കാതെ കമലയെ പ്രസിഡൻ്റാക്കാൻ അമേരിക്കയിൽ ഒരാലോചന നടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് ശരിയാണ്. ജനുവരി 20 മുമ്പ് എന്തായാലും ബൈഡൻ രാജിവെച്ചിട്ട് കമല ഹാരിസ് ഓട്ടോമാറ്റിക്കലി ആവുമല്ലേ വൈസ് പ്രസിഡന്റ്? അങ്ങനെയാണ് അവിടുത്തെ നിയമം. എന്താണെന്ന് വെച്ചാൽ ഈ നിയമപ്രകാരം അവിടെ ഒരാൾ പ്രസിഡന്റിനെ മാറ്റിയാൽ, ഒരു പ്രസിഡന്റ് മരിച്ചാൽ, ഒരു പ്രസിഡന്റ് രാജിവെച്ചാൽ വൈസ് പ്രസിഡന്റ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രസിഡന്റ് ആവും. അങ്ങനെയാണ് അവിടെ നിയമം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ രാജിവെച്ചാൽ മതി, കമല പ്രസിഡന്റ് നാച്ചുറലായിട്ട് പ്രസിഡന്റ് ആവും. അപ്പോൾ ഒരു വിഭാഗം ഡെമോക്രാറ്റുകൾ ഇപ്പോൾ ബൈഡനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റുന്നതിൽ അവർ വിജയിച്ചല്ലോ. അടുത്ത തന്ത്രം അയാൾ രാജിവെക്കുക എന്ന് പറയാം. കാരണം ഇപ്പോൾ ഈ വൈറ്റ് ഹൗസ് ഭരിക്കുന്നതൊക്കെ കമല ഹാരിസ് ആണെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അത് ശരി. ബൈഡൻ ഒരു പപ്പറ്റാണ്. ബൈഡൻ പാവയാണ്, പഴയ മൻമോഹൻ സിംഗിനെ പോലെ. സോണിയാഗാന്ധി ഭരിക്കുന്നു, മൻമോഹൻ സിംഗ് ആക്ട് ചെയ്യുന്നു. മൻമോഹൻ സിംഗിന്റെ സത്യമാണത്. കാരണം ആ സമയത്ത് എന്തൊക്കെ അഴിമതിയാണ് നടന്നിരുന്നത്. രാജയുടെ ഒക്കെ ഓർക്കുന്നില്ല. പിന്നെ ആ കോമൺവെൽത്ത് സുരേഷ് കൽമാഡിയുടെ ഒക്കെ, പിന്നെ സുരേഷ് കൽമാഡി പോയ വഴിക്ക് പുല്ല് കിളർത്തിട്ടില്ല. കോമൺവെൽത്ത് ഗെയിംസിന്റെ അഴിമതി അങ്ങനത്തെ നിലയിലാണ് ഇപ്പോൾ ബൈഡൻ എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ജമാൽ സിമ്മൺസ് എന്ന് പറഞ്ഞ കമലയുടെ പഴയ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഇത് പരസ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്നു CNN-നുമായിട്ടുള്ള അഭിമുഖത്തിൽ. ഇങ്ങനെ ഇയാൾ രാജിവെക്കണം, ബൈഡൻ കമല പ്രസിഡന്റ് ആകണം, അങ്ങനെ അമേരിക്കയ്ക്ക് ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റിനെ കിട്ടട്ടെ എന്ന് CNN. അല്ല, അങ്ങനെ ചെയ്താൽ തന്നെയും ജനുവരി 20 മാറിക്കൊടുക്കട്ടെ. അല്ല, അതിൽ ഒരു നിയമമുള്ള എന്താന്ന് വെച്ചാൽ 4 മാസം വരെ ഭരണഘടനയിൽ പുതിയ പ്രസിഡന്റ് വരാനായിട്ട് സമയം കൊടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഭരണഘടന 4 മാസം സമയം കൊടുക്കുന്നുണ്ട് പുതിയ പ്രസിഡന്റ് വരാൻ. ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്യാമെന്നാണ് കരുതിയിരിക്കുന്നത്. വേണമെങ്കിൽ 2 മാസം കൂടി നീട്ടിയെടുക്കാം. ഈ ട്രംപിന് കൊടുക്കാതിരിക്കാം, താൻ മറ്റേ മാർച്ചിൽ വന്നാൽ മതി എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ. പക്ഷെ 2 മാസത്തേക്ക്. പക്ഷെ അത് അങ്ങനെയല്ല, അതിന് എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ പറയുന്നുണ്ടാവും ഭരണഘടനയിൽ. 4 മാസം സാധാരണ, ഒരു മാസം അവരെന്തോ ആദ്യത്തെ ആഴ്ചയുടെ 2ാമത്തെ ചൊവ്വാഴ്ചയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ അതിനകത്ത്. 4 മാസം നീട്ടാന്ന് ഉദ്ദേശിച്ചിട്ടല്ല, ജനുവരി 20 വരെ ആയിക്കോട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഒരു പേര്, ഒരു പൊങ്ങച്ചം പറയാം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു ആദ്യം. മാത്രമല്ല അവർക്ക് ഈ തോറ്റതിന്റെ ഈ ക്ഷീണം മാറ്റണം, അതൊക്കെ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇയാൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് പിന്തുണച്ച് കുറേ ആളുകൾ രംഗത്തും വന്നിരിക്കുന്നു. അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ നടൻ ആൻഡി സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, ഞാൻ 1000% ഇതിന് പിന്തുണയ്ക്കുന്നു. പിന്നെ ബൈഡനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ ഒരു സന്തോഷം അവർക്കൊക്കെ, ഈ സിമ്മൺസിനും കൂട്ടർക്കും ഒക്കെ ഉണ്ട്. അന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഇത് ബൈഡനെതിരായ ഒരു അട്ടിമറി ആണ് ഡെമോക്രാറ്റുകൾ ചെയ്തത്, സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിയത്. അതുപോലൊരു കൂതെത്ത എന്ന് പറയില്ലേ, അട്ടിമറി ഭരണകൂടം. ആ സംഗതി ബൈഡനെതിരെ ഒരെണ്ണം കൂടി നടത്താൻ പോവുകയാണ്. ധാർമ്മികമായിട്ട് തെറ്റാണത്, എത്തിക്കലി ശരിയല്ല. അത് മാത്രമല്ല, കാരണം അവർ പോപ്പുലർ വോട്ടിലും തോറ്റു, ജനങ്ങൾക്ക് വേണ്ട. അതെ, അല്ല സാർ, മറ്റൊന്നുകൂടി ഉണ്ട്. അടുത്ത പ്രാവശ്യം വീണ്ടും മത്സരിക്കാൻ സാധ്യതയുള്ള ആളാണ് കമല. അടുത്ത പ്രാവശ്യത്തെ ആ മത്സരത്തെ പോലും ഇത് നെഗറ്റീവായി ബാധിക്കും. എന്നാലും പ്രസിഡന്റ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അധികാരത്തിൽ തൂങ്ങുന്ന ആ നോട്ടമൊന്നുമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ബൈഡൻ അങ്ങനെ തീരുമാനിച്ച ട്രംപ് സമ്മതിക്കുമോ? അല്ല, ട്രംപ് അവിടെ മറ്റേ യുദ്ധം നടത്തേണ്ടി വരും പഴയതുപോലെ. ജനുവരി 20 പക്ഷെ ജനുവരി 20 വരെ ഉള്ള സമയമുണ്ടല്ലോ. അതാണ് എനിക്ക് അനാരോഗ്യമാണ്, ഞാൻ രാജിവെക്കുകയാണെന്ന് ബൈഡൻ തന്നെ പറയുന്നു എന്നിരിക്കട്ടെ, ഓട്ടോമാറ്റിക്കലി കമല വരും. അതാണ് അതിൻ്റെ പ്രശ്നം. അത് അയാളെ കൊണ്ട് പറയിക്കാമോ എന്നാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ അയാളോട് പോയി അയാളുടെ കിടക്കപ്പായിൽ പറയുന്നതിന് പകരം CNN-ൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ചാർലി ക്യൂക്ക് എന്ന് പറഞ്ഞ് ഈ പൊളിറ്റിക്കൽ റിവ്യൂ ഒക്കെ TV-ലൊക്കെ ചെയ്യുന്ന ആൾ പറഞ്ഞിട്ടുണ്ട്, ഇത് കമല പറഞ്ഞിട്ടാണ് ഈ സിമ്മൺസ് പറയുന്നത്, ഇഡിയറ്റ്
എന്ന് പറഞ്ഞിട്ടുണ്ട് ശരി. അദ്ദേഹം. കമൽ പറയിച്ചതായിരിക്കും, അവർക്കൊരാഗ്രഹം ഉണ്ടാവും, ഏതായാലും അവരാണ് ഭരിക്കുന്നത്, എന്നാൽ പിന്നെ അത് ശരിക്കായിക്കോട്ടെ ഒന്ന് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ റിവ്യൂവിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ഈ പൊളിറ്റിക്കൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തോന്നാമല്ലോ, ചിലപ്പോൾ സോറോസ് പറഞ്ഞിട്ടായിരിക്കില്ലേ, അങ്ങനെ വരാമല്ലോ. മാത്രമല്ല ജനുവരി 20 ഞാൻ അധികാരം ഏറ്റെടുക്കുന്ന ദിവസം ഞാനൊരു ഡിക്റ്റേറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞ് 1, 2, 3 പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡീപ് സ്റ്റേറ്റിനെ തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, സോറോസിനെ തകർക്കുന്നതാണ്. 2 മാസം കിട്ടിയാൽ സോറോസിന് അയാളുടെ കച്ചവടത്തിന് ചില തീരുമാനങ്ങളൊക്കെ എടുപ്പിക്കാമല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞിട്ടായിക്കൂടെ എന്ന് എനിക്ക് ഈ മൊത്തം ഈ ഓർക്കസ്ട്ര കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു ശബ്ദം ഉണ്ടാക്കുക, കുറെ ആളുകൾ പിന്തുണയ്ക്കുക, ഒരു കോറസ് ആവണോ, അത് ആരവം പോലെ. ഈ സിമ്മൺസ് എന്ന് പറഞ്ഞ ആള് ഈ മറ്റേ കറുത്ത വർഗക്കാരനാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക നിറമൊക്കെ വരുമല്ലോ. 2022, 23 ഒരു കൊല്ലമാണ് കമല ഹാരിസിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറായിരുന്നത്. പക്ഷേ ഏതാണ്ട് അതേ പദവികളിലൊക്കെ ഇയാൾ വൈറ്റ് ഹൗസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ജോലി ചെയ്തിട്ടുണ്ട് ഇയാൾ. അപ്പോൾ സെക്ഷൻ 1 ഓഫ് 25th അമെൻമെൻറ്റ് ഭരണഘടനയുടെ 25ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലെ 1ാമത്തെ വകുപ്പ്, പ്രസിഡന്റിനെ മാറ്റിയാൽ, മരിച്ചാൽ, രാജിവെച്ചാൽ വൈസ് പ്രസിഡന്റ് ആകും. അപ്പോൾ അതുകൊണ്ട് നിയമപ്രകാരം ബൈഡന് രാജിവെച്ചിട്ട് കമലയെ നിർദ്ദേശിക്കാം. അങ്ങനെ അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. ആളുകൾ ചൂടാവും, കമലയ്ക്ക് അല്ല നിർദ്ദേശിക്കേണ്ട കാര്യമില്ലല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ്, ഞാൻ രാജിവെക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സിമ്മൺസ് CNN പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ 30 ദിവസത്തിനുള്ളിൽ ബൈഡന് റിസൈൻ ചെയ്തിട്ട് കമലയെ പ്രസിഡന്റ് ആക്കാം എന്ന് പറഞ്ഞാൽ 30 ദിവസത്തെ സമയം കൊടുക്കുന്നു എന്നുള്ള മട്ടിലാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ബൈഡന്, ഡെമോക്രാറ്റുകൾ. അപ്പോൾ അവർക്ക് അവരുടെ തോൽവിയിൽ നിന്നും മുക്തയാകാനും കഴിയും എന്ന് പറഞ്ഞിട്ട് അവർ വലിയ ആഘാതത്തിലായിരിക്കും അല്ലേ? വലിയ ആഘാതത്തിലാണ്. അവർ ജയിക്കുന്നു വിചാരിച്ചിരുന്നതാണല്ലോ. ട്രംപിനിപ്പം 312 ഇലക്ട്രൽ വോട്ട് കിട്ടിയിട്ടുണ്ട്, വൻ ഭൂരിപക്ഷം. വലിയ. കമലയ്ക്ക് 226 ഉള്ളൂ. സെനറ്റ് മാത്രമല്ല, ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസും കൂടി കിട്ടി. ആ അവസാനത്തെ ഒരു മാജിക്കൽ നമ്പറില്ലേ, അതിലേക്ക് എത്തി. അതും കഴിഞ്ഞു. 213 18 അതും കിട്ടി. അരിസോണയിലെ വിജയത്തോടുകൂടി കോൺഗ്രസും കിട്ടി. സമീപകാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ വിജയമാണ്. അതെ, രണ്ടും കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള തീരുമാനമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നോളും. എക്സിക്യൂട്ടീവ് ഓർഡർ വേണ്ടതിനൊക്കെ ഒപ്പിട്ടാലും മതി. അങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള നിലയ്ക്കാണ് ഈ അഭിപ്രായങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുറകെ പല ആളുകൾ കമൻ്റ് ഇട്ട് ഇതാണ് ശരി, ഇതാണ് ശരി. അതങ്ങനെ പറയാം. അപ്പോൾ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം ഉണ്ടെന്ന് പറയുന്ന പോലെ അത് പറയാനും ഉണ്ട്. പക്ഷേ അതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, നമ്മൾ അമേരിക്കൻ ജനാധിപത്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ മാതൃകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ കേൾക്കുന്നതും നമ്മുടെ ഇന്ത്യയിലെ പോലെ ഒരു ചീഞ്ഞ പൊളിറ്റിക്സ് തന്നെയാണ് അല്ലേ? അതെ, ശരിക്കും ചീഞ്ഞ രാഷ്ട്രീയമാണ്. ഇങ്ങനെ ഒരു ആലോചന ഒരാൾ ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എത്ര ഒരു ചീഞ്ഞ മനസ്സാണ്, വിഷലിപ്തമായ മനസ്സാണ്. കാരണം നമ്മൾ പലപ്പോഴും ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്, ഈ ചർച്ചയെ പറയണമെന്ന് വിചാരിച്ചതല്ല. പാലക്കാട് CPMൻ്റെ സംസ്ഥാനം നടക്കുമ്പോൾ, സ്റ്റേറ്റ് സമ്മേളനം, സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ചടയൻ ഗോവിന്ദന് ക്യാൻസറാണ്. അദ്ദേഹത്തിന് പിന്നീട് ലണ്ടനിൽ ചികിത്സയ്ക്കുമൊക്കെ കൊണ്ടുപോയല്ലോ. അപ്പോൾ 2-3 ദിവസത്തെ ചർച്ചകളും സംഗതിയൊക്കെ കഴിഞ്ഞു. അടുത്ത ദിവസം മറ്റേ തെരഞ്ഞെടുപ്പാണ്, ഔദ്യോഗിക പാനൽ വെക്കൽ ചടയൻ ഗോവിന്ദന് ഒക്കെ. ഞാനപ്പോൾ തലേന്ന് രാവിലെ ശിവദാസ മേനോനെ വിളിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ചടയന് ഈ അസുഖമൊക്കെ ആയിരിക്കില്ലേ, അപ്പോൾ നിങ്ങൾ ചടയനെ മാറ്റാൻ സാധ്യതയുണ്ടോ? പുതിയ സെക്രട്ടറി വരുമോ? നമുക്കൊരു സ്റ്റോർ ചെയ്യണമല്ലോ ആരായിരിക്കും എന്നുള്ളത്. അപ്പോൾ ശിവദാസ മേനോനോട്, പാലക്കാട്ട് പുള്ളിയുടെ കേന്ദ്രമാണല്ലോ, ചോദിച്ചാൽ അത്യാവശ്യം ഞങ്ങൾ അത്ര മനുഷ്യത്വം ഇല്ലാത്തവരാണോ, ഞങ്ങൾ ഈ നിലയിലൊന്നും ചടയന് മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചടയൻ തന്നെ സെക്രട്ടറി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഞാൻ എഴുതുകയും ചെയ്തു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണല്ലോ മനുഷ്യത്വം എന്ന് പറയുന്നത്. ബൈഡന് അസുഖമാണ്, സുഖമില്ല, അതുകൊണ്ടാണ് മാറ്റിയത്. എന്നാൽ പിന്നെ 2 മാസം കൂടി പ്രസിഡന്റായി ഇരുന്നോട്ടെ, അങ്ങനെയല്ലേ നോക്കണ്ടേ ഡെമോക്രാറ്റുകൾ?
അതിന് പകരമാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. അല്ല, ഡെമോക്രാറ്റുകളെ സംബന്ധിച്ച് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വൻ പരാജയമായി. അവരുണ്ടാക്കിയെടുത്ത ഒരു ടെമ്പോ ഉണ്ടല്ലോ, ഏകപക്ഷീയമായി കമലാ ഹാരിസ് അല്ലെങ്കിൽ ഡെമോക്രാറ്റുകളുടെ ഭരണം വരുന്നു, തുടർ ഭരണം വരുന്നു എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി അവിടെ നിന്ന് തലകുത്തി വീണുന്നല്ല, തലകുത്തി വീണ് നിലംപരിശായിപ്പോയി. 7 സ്വിംഗ് സ്റ്റേറ്റുകൾ പോയി. ഡെമോക്രാറ്റുകൾക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൊടുക്കുന്ന സംസ്ഥാനങ്ങളും പോയി. മൊത്തം പോയിരിക്കുകയാണ്. അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ തന്ത്രങ്ങൾ ആലോചിക്കുക. മറ്റേ മുസ്ലിം വോട്ടുകൾ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയും കമലാ ഹാരിസിന് കിട്ടിയിട്ടില്ല. അവര് ഒരു തന്ത്രം പയറ്റിയത് എന്താന്ന് വെച്ചാൽ, മൂന്നാമതൊരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അതിന്റെ കണക്കുകളും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്. ഏതായാലും അമേരിക്കൻ ജനാധിപത്യമാണ് ലോകത്തിന് മാതൃക എന്നൊക്കെ പറയുന്ന ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പും അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പും നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും അലീമസമായ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ തന്നെയാണ് അമേരിക്കയുടെ തെരഞ്ഞെടുപ്പും. അതിന് വലിയ വിശുദ്ധിയൊന്നുമില്ല. നമ്മളതുകൊണ്ടാണ് ബ്രിട്ടീഷ് ജനാധിപത്യം നമ്മുടെ മാതൃകയാണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണല്ലോ രാഷ്ട്രീയം ഒരു തെമ്മാടിയുടെ ഏറ്റവും അവസാനത്തെ അഭയസ്ഥാനമാണെന്ന് ഒരു ചൊല്ലുണ്ടായിരുന്നു. അങ്ങനെ ചൊല്ലുണ്ട്. സ്കൗണ്ടറൽ പറയുന്നത്, ലാസ്റ്റ് റിസോർട്ട് ഓഫ് ദി സ്കൗണ്ടറൽ എന്ന് പറയാറുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.